ഉണ്ടെങ്കിൽ വേഗം വിളിച്ചോളൂ കേട്ടോ. പിന്നെ നിങ്ങൾ ഇവിടുന്ന് ഇപ്പോൾ മലപ്പുറത്ത് പുറത്തുള്ള ആളാണെങ്കിലും പിന്നെ ഇനിയിപ്പോൾ മലയാളികൾ ഇപ്പോൾ ഇല്ലാത്ത നാട് ഇല്ലല്ലോ, ദുബൈയിലോ ഗൾഫിൽ എവിടെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്വാൻസ് ആക്കുന്നുണ്ടെങ്കിൽ ഇവരെ GP ഗൂഗിൾ പേ വഴിയായിട്ട് അഡ്വാൻസ് ആക്കിക്കോളി. പിന്നെ കാരണം എന്താ വെച്ചാൽ ഇവിടെയൊക്കെ ചെറിയ പൈസക്കാണ് വണ്ടി കൊടുക്കുന്നത്. നിങ്ങൾ എവിടെ പോയി അന്വേഷിച്ചോളൂ, ചില്ലറ പൈസ ആണ്. എവിടെയും കൊടുക്കുന്നതിനേക്കാൾ കുറച്ചിട്ടില്ല നിങ്ങൾ കൊടുക്കുക അല്ലേ? വണ്ടി നമ്മൾ ക്വാളിറ്റി ഉണ്ടാവും, അതിനുള്ള ക്വാളിറ്റി വണ്ടി ഉണ്ടാവും. തട്ടിയതും മുട്ടിയതും നമുക്ക് വണ്ടി ഉണ്ടാവില്ല, ക്ലീൻ വണ്ടിയാണ് കയറാം. ഇനിയിപ്പോ നിങ്ങൾ വണ്ടി ഇവിടുന്ന് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും പിന്നെ മെക്കാനിക്കൽ പരമായിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരാഴ്ചയൊക്കെ നിങ്ങൾ ഇത് കൊടുക്കൂല, സമയം കൊടുക്കൂല അല്ല? അങ്ങനെ ഒന്നും സംഭവിച്ചാൽ നിങ്ങൾ കൊടുക്കൂല. ചില്ലറ പൈസക്ക് എടുക്കാൻ പറ്റിയ നല്ല അടിച്ചാപ്പള്ളി വണ്ടികളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. മാക്സിമം 50,000 രൂപ മുതലാണ് ഇവിടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. എല്ലാവിധ വണ്ടികളുടെ ആക്സസ് സർവീസ് ഇവിടെ ലഭ്യമാണ്. അതുകൂടാതെ പെയിന്റ്, പോളിഷ്, മോഡിഫിക്കേഷന് ഒരു 1.5 മോഡിഫിക്കേഷന് ഇവിടെ ചെയ്യുന്നുണ്ട്. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് അക്കിംഖാണ്. അക്കിംഖ എന്തൊക്കെയുണ്ട്, സുഖല്ലേ? പിന്നെ ഇത് മൂപ്പര് പേര് എന്തൊക്കെയുണ്ട്, സുഖല്ലേ? പിന്നെ നിങ്ങൾ ഇവിടെ പോളിഷ് കാര്യങ്ങൾ ഒന്ന് പ്രേക്ഷകരോടൊന്ന് പറയും, എന്തൊക്കെ ചെയ്യുന്ന? പോളിഷിങ്, കഫ്ലം കോട്ടിങ്, സെറാമിക് കോട്ടിങ്, ഇന്റീരിയർ ആക്സസറീസ്, എല്ലാ സീറ്റ് കവർ, എല്ലാ ആക്സസറീസ് ഐറ്റംസ് ഉണ്ട്. പിന്നെ ഫേസ് ലിഫ്റ്റ്, എല്ലാ വർക്കുകളും ഫേസ് ലിഫ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. എല്ലാം തന്നെ ഓക്കെ, എല്ലാ വണ്ടി നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നു. എല്ലാ സെറ്റപ്പും ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്ന വെട്ടിച്ചർ പ്ലേസ് വരുന്ന വെട്ടിച്ചറാണ്, മലപ്പുറം ഡിസ്ട്രിക്ട് ആണ്. അതായത് വളാഞ്ചേരിക്കും പുത്തനത്താണിന്റെ ഇടയിലാണ് വരുന്നത്. ഇവിടെ മാക്സിമം എത്ര വണ്ടികളുണ്ട്? ഇവിടെ ഒരു 30-25 പരം വണ്ടികളുണ്ടല്ലേ? ഓക്കെ, മോഡൽ കുറഞ്ഞ വണ്ടികളുണ്ട്, മോഡൽ കൂടിയ വണ്ടികളുണ്ട്, ചെറിയ പൈസക്ക് കൊണ്ട് നടക്കാൻ പറ്റിയ കുറെ വണ്ടികളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മോഡൽ കൂടിയ വണ്ടികളും ഉണ്ട്. അപ്പൊ നമുക്ക് ഓരോ വണ്ടികളായിട്ട് നമുക്ക് പരിചയപ്പെട്ടു കൊടുക്കാം അല്ലെ? ഇവിടെ നമുക്ക് ആദ്യമായിട്ട് ഒരു ഡാറ്റ്സണിൽ തുടങ്ങാം. ഡാറ്റ്സൺ ഗോ അല്ലെ? റെഡി ഗോ ആണ്. ഓക്കെ. അപ്പൊ ഇവിടെ കാണിക്കുന്ന ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ലൊക്കേഷനൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ച് ചോദിച്ചാൽ മതി. പിന്നെ ഇവരെ നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആ നമ്പർ നിങ്ങൾ സേവ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഹായ് വിട്ട് കഴിഞ്ഞാൽ അവർ ലൊക്കേഷന് അല്ല അക്കിംക നിങ്ങൾ പിന്നെ വാട്സപ്പിൽ ലൊക്കേഷന് വിട്ടു വേണ്ട ആൾക്ക് അയച്ചു കൊടുത്താൽ മതി. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻട്രോ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പിന്നെ ആക്സസ് സർവീസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ പെയിന്റ്, പോളിഷ്, മോഡിഫിക്കേഷൻ എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ, എല്ലാ സെറ്റപ്പും ഉണ്ട്. അപ്പോൾ അതിൽ വിളിച്ചാൽ മതി ആ നമ്പറിൽ. ഇത് മോഡൽ എത്ര വരുന്നേക്കാ? 2019 വണ്ടി, 2019 മോഡലാണ്. എത്ര ഓട്ടോ ഉണ്ട്? ഇത് 60,000 ഓടിക്കണം അല്ലേ? ഓണർഷിപ്പ് ഒക്കെ കയറിക്കണം? രണ്ടാമത്തെ ഓണറിൽ നിൽക്കുന്നുണ്ട് അല്ലേ? സിംഗിൾ ആണ്. ഓക്കെ, സോറി, സിംഗിൾ ഓണർഷിപ്പിലാണ് ഉള്ളത്. വണ്ടി എന്തെങ്കിലും റീപ്ലേസ് വർക്ക് ഒന്നുമില്ല അല്ലേ? നല്ല വണ്ടിയല്ലേ? ഓക്കെ, ഇത് എത്ര നിങ്ങൾ ചോദിക്കുന്നത്? ഇത് 2,40,000 രൂപ. 2,40 ചോദിക്കുന്നുണ്ട്. 40 നമ്മൾ കൊടുക്കാം. 40 കൊടുക്കാം. 2,40 ലാസ്റ്റ് കൊടുക്കാം അല്ലേ? 60,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 60 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്, റീപ്ലേസ് ഇല്ല. 2019 മോഡലാണ്. പിന്നെ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി, ഏതൊരു ആൾക്കും വിശ്വസിച്ച് കണ്ണടിച്ച് കിടക്കാൻ പറ്റിയ നല്ലൊരു അടിച്ചാപ്പൊളി വണ്ടി എന്ന് പറയാം. കാര്യങ്ങൾ ടച്ചപ്പ് ഒന്നുമില്ല. ഓക്കെ, ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തി ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നല്ല കടുംപുത്തൻ ടയർ ഉണ്ട്. സ്റ്റെപ്പിനൊക്കെ പുതിയതാണ്. സ്റ്റെപ്പിന് പുതിയതാണ്, ടയർ ഫുൾ കട്ടാണ്. ഓക്കെ, 5 ടയറും കടുംപുത്തനാണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോളാം. ഇതിന് അതിന്റെ ഇയോൺ നമുക്ക് മെച്ചപ്പെടാം. ഇത് മോഡൽ എത്ര? 2013 മാഗ്ന പ്ലസ്. 13 മാഗ്ന പ്ലസ്. ഓക്കെ, എത്ര ഓട്ടം ഉണ്ട്? 90,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 90 ഓടിയിട്ടുണ്ടല്ലേ? വണ്ടി എന്തെങ്കിലും അപാകതകളൊന്നും ഒരു റീപ്ലേസും ഇല്ല, ഒരു ഫോൾട്ട് ഇല്ലാത്ത വണ്ടിയാണ്? ഒന്നുമില്ല. ഓക്കെ, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്, നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. മെക്കാനിക്കൽ പരമായിട്ട് ഒന്നും ചെയ്യാനൊന്നും ഇല്ലല്ലോ? ക്ലീൻ വണ്ടിയാണ്, ഒന്നും ചെയ്യാനില്ല അല്ലേ? എത്ര നിങ്ങൾ ചോദിക്കുന്നത്? 1,70 ചോദിക്കണം, 1,65 കൊടുക്കാം. നമുക്ക് 1,70 ചോദിക്കുന്നുണ്ട്, 65 നമുക്ക് കൊടുക്കാം. 65 കൊടുക്കാം അല്ല? ഓക്കെ, ഇതൊക്കെ ഫിനാൻസ് കിട്ടോ? ഇതിന് ഫിനാൻസ് കിട്ടും. എത്ര മാക്സിമം എത്ര പൈസ ഇറക്കാം? 1.5 ലക്ഷം രൂപ ഫൈനാൻസ് കൊടുക്കാം നമുക്ക്. വെറും 10 രൂപ മതി. 10-15 രൂപ 15 രൂപ കൊണ്ടുവന്നാലില്ലേ വണ്ടി കൊണ്ടുപോകാം. ഹോണ്ടന്റെ ജാസ് പെട്രോൾ വണ്ടി. ഇത് മോഡൽ എത്ര? 2011 മോഡലാണ്. ഓപ്ഷനൊക്കെ? ഓപ്ഷന് ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? ഓക്കെ, AC പവർ സ്റ്റിയറിംഗ്. എത്ര ഡോർ പവർ വിൻഡോ? 4 ഡോർ പവർ വിൻഡോ. 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് അല്ലേ? ഓക്കെ, വണ്ടി എത്ര ഓടിയിട്ടുണ്ട്? ഇത് 1,00,000 കിലോമീറ്റർ. 1,00,000 ഓടിയിട്ടുണ്ടല്ലേ? ഓണർഷിപ്പ് ഒക്കെ? മൂന്നാമത്തെ കയറിക്കുന്നല്ലേ? അത്യാവശ്യം കട്ടുള്ള ടയറൊക്കെ ഉണ്ട്. വണ്ടി എന്ത് പാട്? റീപ്ലേസ് ഒന്നുമില്ല. ഒരു കസ്റ്റമർ വിശ്വസിച്ച് എടുക്കാൻ പറ്റും. പെട്രോൾ വണ്ടി ആകുമ്പോൾ മാക്സിമം മൈലേജ് കുറേ ആയിരിക്കും. മൈലേജ് ഒരു 17 അത്ര കിട്ടും. ഓക്കെ, എത്ര ചോദ്യം? ഇത് 265. 260 നമുക്ക് ലാസ്റ്റ് കൊടുക്കാം തന്നെ. 2011 ജാതാണ്, പെട്രോൾ വണ്ടിയാണ്. 260 ലാസ്റ്റ് തരാന്ന് പറയുന്നുണ്ട്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചു. നല്ല കൊട്ടി, ഇതൊന്നും തട്ട് മുട്ട് കാര്യങ്ങളൊന്നും ഇല്ല. ഇടിച്ച വണ്ടി എല്ലാ വണ്ടികളും എല്ലാ വണ്ടി ഇവിടെ തട്ടിയ ഒരു വണ്ടിയില്ല. ഓക്കെ, ഇവിടെ ആക്സിഡന്റ് ആയ വണ്ടികൾ ഒന്നും ഇല്ലാന്ന് മൂപ്പർ പറയുന്നത്. ഒരു ആക്സിഡന്റ് വണ്ടികൾ ഇവിടെ ഇല്ല. ഓക്കെ, നല്ല ക്വാളിറ്റി വണ്ടികൾ തന്നെയാണ്.
ഇവിടെ വന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ അല്ല ആക്സിഡന്റ് എന്തുണ്ടെങ്കിലും നമുക്ക് തരാം, തിരിച്ചു തരാം. അതെ ഇവിടെ അടുത്തടുത്തൊക്കെ വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ വരുന്നവർ വന്ന് ചെക്ക് ചെയ്തിട്ട് ഫുള്ള് ചെക്ക് ചെയ്ത് മെക്കാനിക്കൽ കൊണ്ട് ചെക്ക് ചെയ്ത് എടുത്താൽ മതി. ചെക്ക് ചെയ്ത് എടുത്താൽ മതി. അത്രയും ഗ്യാരണ്ടി ഉള്ള വണ്ടികളാണ് ഇവിടെ. ഈ ലൈനിൽ കുറെ വണ്ടികളുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നും ക്യാമറ വെക്കാനൊന്നും പറ്റില്ല കേട്ടോ. ഷൂട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്നിന്റെ ഡീറ്റെയിൽ പറയുമ്പോൾ നിങ്ങൾക്ക് വണ്ടി കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരു നമുക്ക് വാഗണർ നോക്കാം. വാഗണർ എത്ര മോഡലാണ്? 2010 മോഡലാണ്. പേപ്പർ കാര്യങ്ങളൊക്കെ പുതിയ ടൈം ഉണ്ടല്ലോ, സമയമുണ്ട്. ഓപ്ഷൻ വരുന്നത് LXI AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരും അല്ലേ. 2 വരുന്നുണ്ട്. പിന്നെ ഓട്ടം 90 ഓടിക്കുന്നത്. ഓണർഷിപ്പ് കയറിക്കണം 3 ഓക്കെ. വണ്ടി വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ തട്ടുമുട്ടി വർക്കൊന്നുമില്ല. ഇത് മാനുവൽ വണ്ടി അല്ലേ? മാനുവലാണ്. ഓക്കെ. ഇത് എത്രയാണ് ചോദിക്കുന്നത്? ഇത് 190 കേട്ടോ. 2010 മോഡല്. ഏകദേശം പേപ്പറൊക്കെ ഉണ്ട്. ന്യൂ ടൈപ്പിലേക്ക് ചെയ്തിട്ടുണ്ടല്ലേ? അങ്ങനെ വരുന്നുണ്ട്. ന്യൂ ടൈപ്പിൽ വരുന്നതാണ്. ഇവിടെ എന്താ വെച്ചാല് ഇവിടെ ഒന്നും ഈ വണ്ടി ഇങ്ങനെ തിങ്ങി വെച്ചിരിക്കണം. അപ്പൊ ഒന്നും കാണില്ല, അതിന്റെ മുമ്പിൽ ബാക്കിലൊന്നും കാണില്ല. അപ്പോൾ 2010 മോഡൽ വണ്ടിയാണ് ചോദിക്കുന്നത്. 190 വില. ഇവിടെ വന്നിട്ട് സംസാരിക്കണം, വില കുറച്ച് തരും. നമുക്ക് ഇവിടെ ഒരു സ്വിഫ്റ്റ് കാർ നമുക്ക് നോക്കാം. സ്വിഫ്റ്റ് കാർ എത്ര മോഡലാണ്? 2008 മോഡലാണ്. പേപ്പർ പുതിയ എടുത്തുക്കണം. ഡീസൽ 27 പേപ്പർ ഉണ്ട്. ഡീസൽ വണ്ടിയാണ്. ഓപ്ഷൻ തന്നെ VDA ആണ്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് തട്ട് കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ, തട്ടുമുട്ട് പേർക്കൊന്നുമില്ല. നല്ല വണ്ടി അല്ലേ? അലോയ്സ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ കയറ്റിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്പോയിലർ കയറ്റിയിട്ടുണ്ട്. കമ്പനി സീറ്റ് ആണല്ലേ? എത്ര ചോദിക്കുന്നത്? ഇത് 165 കൊടുക്കാം. ഓക്കെ. 2008 മോഡൽ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കാലോ കേട്ടോ. വില എന്തെങ്കിലും കുറയൂലേ? എന്തെങ്കിലും ചെറിയ വ്യത്യാസം അല്ല, ഒരു കച്ചവടത്തിന്റെ ഒരു രീതിയിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്തി തരും. ഇവര് പറയുന്ന ഏകദേശം ലാസ്റ്റ് റേറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിയാൽ. പിന്നെ അവിടെ നമുക്ക് ഒരു ഈക്കോ നോക്കാം. ഈക്കോ കുറെ ആൾക്കാർ തപ്പി നടക്കുന്ന വണ്ടിയാണ്. അത് എത്ര മോഡൽ? 13 മോഡൽ 14 റേസ് അല്ലേ? വണ്ടി AC ഉണ്ടോ? AC ഉള്ള ടൈപ്പാണ്. പിന്നെ പവർ സ്റ്റിയറിംഗ് വരുന്നില്ല അല്ലേ? ഓക്കെ. വണ്ടി എത്ര ഓടിയിട്ടുണ്ടാവും? 78 ഓടിന്. റീപ്ലേസ് ഒന്നുമില്ല. 2ാമത്തെ ഓണറിലാണ് നിൽക്കുന്നത്. ഇത് നമുക്ക് ഈ റൂട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ഈ ബേക്കറി സാധനങ്ങൾ ഉപയോഗിക്കല്ലേ? ഇപ്പൊ നിലവിൽ ടാക്സി പെർമിഷൻ ഒന്നും ഇല്ലല്ലോ. പ്രൈവറ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമല്ലോ. പ്രൈവറ്റ് ടാക്സി വേണമെങ്കിൽ അങ്ങനെ ആക്കല്ലേ? ഓക്കെ. എത്ര ചോദിക്കണേ? 240 ചോദിക്കുന്നുണ്ട്. വില കുറയും. ഒരു സെക്കൻഡ് സ്കൂട്ടർ വാങ്ങുന്ന പൈസക്ക് ഇവിടെ ഒരു ആൾട്ടോ കാർ AC കൊണ്ട് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് പോകാം. AC ഉണ്ട് കേട്ടോ. എത്ര ഇനി വില എത്രയാണ്? 55 രൂപ. വെറും 55,000 രൂപയാണ്. എന്തെങ്കിലും കുറയോ? ആരെങ്കിലും വന്നാൽ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും കുറച്ച് തരും. പിന്നെ വണ്ടിന്റെ നമ്മൾ ഡീറ്റെയിൽ ഒന്ന് നോക്കാം. ഇത് മോഡൽ 2005 മോഡല്. പേപ്പർ കാര്യങ്ങളൊക്കെ 8 മാസം വരെ പേപ്പർ കാര്യങ്ങളുണ്ട്. ഇപ്പൊ മെക്കാനിക്കൽ പരമായിട്ട് ഒന്നും ചെയ്യാനില്ല. വെണ്ണടിച്ച ഓടാം അല്ലെ? ഓക്കെ. ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. സീറ്റ് കവർ കുറച്ച് പഴയതായിരിക്കണം അല്ലെ? ചെറിയ കീറിക്കണ്. എന്നാലും അത് കുഴപ്പമില്ല. ചെറിയ പൈസ ഉണ്ടെങ്കിൽ സീറ്റ് കവർക്ക് സെറ്റ് ആക്കാമല്ലോ. പിന്നെ അത്യാവശ്യം ഓടാനുള്ള ടയറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ 55 രൂപ ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും വില കുറച്ച് തരും. അപ്പോൾ ആവശ്യക്കാർ വന്ന് ഇവിടെ ഫുള്ള് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ കേട്ടോ. ബാക്കി ഈ മെക്കാനിക്കൽ പരമായിട്ട് ഇവർ പറയുന്നത് ഒന്നും ചെയ്യാനൊന്നും ഇല്ല. പിന്നെ ഒരാളെ തൃപ്തിയല്ല ചെക്ക് ചെയ്യുന്നിപ്പോ അവര് 2005 മോഡലാണ്. പഴയ മോഡലാണ്. നല്ല വണ്ടിയല്ലേ? ഇത് വിശ്വസിച്ച് എടുക്കാൻ പറ്റുമല്ലേ? അപ്പൊ നോക്കിക്കാളി കേട്ടോ. ഇവിടെ ഒരു സെൻ കാർ നോക്കാം. ഇത് ഡീസലാ പെട്രോളാ? പെട്രോൾ വണ്ടിയല്ലേ? എത്ര മോഡലാണ്? 98 മോഡൽ. 2001 രജിസ്റ്റർ ആണ്. 98 മോഡലുള്ളൂ. 98 മോഡലാണ്. ഓക്കെ. വണ്ടിന്റെ പേപ്പർ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഉണ്ട്, സമയമുണ്ട്. ഓക്കെ. ഇതൊക്കെ മേജറായിട്ട് ആക്സിഡന്റ് കാര്യങ്ങൾ ഒരു ചെറിയ പൈസ കൊണ്ട് നടക്കാൻ പറ്റുമല്ലേ? ഇല്ലല്ലേ? എണ്ണച്ചോട് അത്രേ ഉള്ളൂ. പിന്നെ ഈ ചെക്കന്മാരല്ലോ ഇത് നല്ല ഇവിടെ തന്നെ ചെയ്യാട്ടോ. ഇപ്പൊ നിങ്ങളിപ്പോ ഇവിടെ കാണിക്കുന്ന ഏത് വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ, അതായത് ഒരാൾക്ക് ഒരു ഉദ്ദേശം ഉണ്ടാവുമല്ലോ, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നല്ലേ, ഇവിടെ തന്നെ ചെയ്ത് കൊണ്ടുപോകാം. എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ സെന്ന് കാർ ഇപ്പൊ എടുക്കുന്ന ആൾക്കാരൊക്കെ മോഡിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോ അതിന് വേണ്ട സെറ്റപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കാണാൻ നല്ല മുഞ്ചുണ്ടാവും. ഇത് എത്ര ചോദിക്കണത് നിങ്ങൾ? 55 രൂപ. 55 രൂപ ചോദിക്കുന്നത് അല്ലേ? 2008. ഇവിടെ ഒരു ഇൻഡിക്ക വിസ്ത നമുക്ക് നോക്കാം. ഇത് ഡീസൽ വണ്ടി അല്ലേ? ഓക്കെ. ഡീസൽ വണ്ടി അത്യാവശ്യം മൈലേജ് കിട്ടും. ഇത് ക്വാർട്ടർ ജെറ്റ് എഞ്ചിനാണ് കേട്ടോ. സ്വിഫ്റ്റിന്റെ ഒക്കെ എഞ്ചിൻ ഇല്ലേ, അത് സെയിം ആണ്. മോഡൽ എത്ര തന്നെ? 2009 മോഡലാണ്. പേപ്പറൊക്കെ പുതിയ ഓൾറെഡി എടുത്തിട്ടുണ്ടല്ലേ? വണ്ടി മേജറായിട്ട് തട്ടുമുട്ട് പേർക്ക് ഒന്നുമില്ല. നല്ല നീറ്റ് വണ്ടി അല്ലേ? എത്ര ഓടിയിട്ടുണ്ടാവും വണ്ടി? 1 മേലെ ഓടിയിട്ടുണ്ട് അല്ലേ? പിന്നെ പഴയ വണ്ടിയല്ലോ, ഓട്ടോ ഒന്നും ഇപ്പൊ നോക്കിയിട്ട് കാര്യം ഉണ്ടാവില്ല. ഫുള്ള് വൈഡ് ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ ഓണർഷിപ്പ് ഒക്കെ കയറിക്കണം. 3 കയറിക്കണം അല്ലേ? എത്ര ചോദിക്കുന്നത്? 85 രൂപ കൊടുക്കാം. വെറും 85 ചോദിക്കുന്നത്. വില കുറച്ച് കേട്ടോ.
അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു ആൾട്ടോ 800 നോക്കാം. ഇത് ആൾട്ടോ 800 ഇത് മോഡൽ 14 മോഡൽ ഓപ്ഷൻ തന്നെ VXI ആണ്, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇതിൽ എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നതാണ് അല്ലേ? 14 എയർ ബാഗ് വരുന്നില്ല. ഓക്കെ, വണ്ടി വേറെ കംപ്ലൈന്റ് കാര്യം മേജർ ആക്സിഡന്റ് സിംഗിൾ ഓണർഷിപ്പ് ആണ് അല്ലേ? എത്ര ഓട്ടം? 68 ഓടിയിട്ടുള്ളൂ. ഓട്ടം കുറവാണ്. 2014 മോഡൽ LXI. എത്ര ചോദിക്കുന്നത്? 215 ചോദിക്കും അല്ലേ? വില കുറയോ? എന്തെങ്കിലും വില കുറച്ച് തരും കേട്ടോ. ആൾട്ടോ കാർ എത്ര മോഡലാണ്? 2010 മോഡലാണ്. ഓപ്ഷൻ തന്നെ LXI. AC പവർ സ്റ്റിയറിംഗ്. അതുപോലെ തന്നെ കറുംപുത്തൻ ടയർ ഉണ്ട് കേട്ടോ. പിന്നെ വേറെ എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും ഇരിക്കണം? എക്സ്ട്രാ കയറ്റിയിട്ടൊന്നുമില്ല, പക്ഷെ പെയിന്റ് കാര്യങ്ങൾ പോളിഷ് ഒക്കെ ചെയ്തിട്ട് നല്ല പൊയിനാറ്റി മാതിരി വെച്ചിട്ടുണ്ട് അല്ലേ? കാണാൻ കുറച്ച് നല്ല ഭംഗിയുണ്ട്. 2010 മോഡലാണ്. ഓപ്ഷൻ തന്നെ LXI ആണ്. എത്ര ഓടിയിട്ടുണ്ടോ വണ്ടി? ഇത് 75 ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പിൽ നിൽക്കുന്നുണ്ട് അല്ലേ? വണ്ടി മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ ഒന്നുമില്ല, പക്കല്ല. മെക്കാനിക്കൽ പരമായിട്ട് എന്തെങ്കിലും ചെയ്യാനോ ഉണ്ടോ? ഇല്ലല്ലേ? നല്ല വണ്ടിയല്ലേ? എത്ര ചോദിക്കണേ? ഇത് 120 കൊടുക്കാം. ലാസ്റ്റ് ആണ്. ഓക്കെ, 120 ചോദിക്കുന്നുണ്ട് കേട്ടോ. 2010 LXI ആണ്. 75 ഓടിയിട്ടുള്ളൂ കേട്ടോ. വണ്ടി ക്വാളിറ്റി ആണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ആൾട്ടോ 800 നോക്കാം. ആൾട്ടോ 800 ഇത് മോഡൽ എത്ര തന്നെ? 2016 മോഡലാണ്. ഓപ്ഷൻ തന്നെ LXI ആണ്. വണ്ടി എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് 90 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് അല്ലെ? 2014 മോഡൽ 16 മോഡൽ. ഓക്കെ, സോറി. വണ്ടി മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല അല്ലെ? എത്ര ചോദിക്കുന്നത്? ഇത് 245 ചോദിക്കുന്നത്. വില കുറച്ച് കൊടുക്കും. കസ്റ്റമർ വന്നാൽ കുറച്ച് കൊടുക്കും അല്ലെ? ഓക്കെ, സെലേറിയോ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. മോഡൽ എത്ര? 2017 മോഡലാണ്. എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? ഓട്ടം 1 സർവീസും കാര്യങ്ങളൊക്കെ. കറക്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ, വണ്ടി വേറെ റീപ്ലേസ് തട്ടിമുട്ടില്ല ഇല്ലല്ലേ? അപ്പൊ അതൊന്നുമില്ല, ഫോൾട്ട് ഇല്ലാത്ത വണ്ടിയാണ്. ഉള്ളും പൊട്ടൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്. നല്ല സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. എത്ര ഇത് ചോദിക്കുന്നത്? 4,5 ചോദിക്കുന്നത്. 4 രൂപയ്ക്ക് കൊടുക്കാം. 4,50 ചോദിക്കുന്നത്. 4,50,000 4 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കുക. ഓക്കെ, ഇതിന് മാക്സിമം എത്ര ലോൺ കിട്ടും? ലോൺ നമുക്ക് 3.5 10,50 ഉണ്ടെങ്കിൽ ലോൺ ഇറക്കാം. അപ്പൊ വാങ്ങാൻ വിളിച്ചോ. VXI വണ്ടിയാണ്. ഓപ്ഷൻ തന്നെ VXI ആണ്. പെട്രോൾ വണ്ടിയാണ് കേട്ടോ. ഈ മൈലേജ് കൂടുതൽ കിട്ടുന്ന വണ്ടികൾ തപ്പുന്ന ആളുണ്ടെങ്കിൽ വേഗം നോക്കിക്കോട്ടോ. ഹോണ്ടന്റെ ജാസ് മാക്സിമം 25 മേലെ മൈലേജ് കിട്ടും. ലോങ് ഡ്രൈവ് ആണെങ്കിൽ കിട്ടോട്ടോ. പിന്നെ സിറ്റിയിലാണെങ്കിൽ അത്ര കിട്ടാനുള്ള ചാൻസ് ഇല്ല. 10, 22, 23 അത്രേ കിട്ടുള്ളൂ. ഇത് ഡീസൽ വണ്ടിയാണ്. മോഡൽ എത്രയാണ്? 2015 മോഡലാണ്. ഓപ്ഷൻ ഏതാണ്? SM ഒരു മിഡിലാണ്. ഓക്കെ, പിന്നെ എത്ര ഓട്ടം ഉണ്ട്? 1,25,000 120 ഓടിയിട്ടുണ്ട്. മേജർ സർവീസ് കഴിഞ്ഞാണ്. ഫുൾ കമ്പനി സർവീസിലാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ് തന്നെ. സിംഗിൾ ഓണർഷിപ്പ് ആണ് കേട്ടോ. ഓട്ടോ 120 ഓടിയിട്ടുണ്ട്. ഫുൾ ഇതിന്റെ മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞതാണ്. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. പിന്നെ ഇവരെടുത്തുണ്ടെങ്കിൽ വണ്ടി നല്ല നീറ്റിൽ തന്നെ ഉണ്ടാവും കേട്ടോ. ഇതിനെത്ര നിങ്ങൾ ചോദിക്കുന്നത്? 4,40 നമുക്ക് കൊടുക്കാം. 4,40. 2015 മോഡൽ. 15 വണ്ടി. ഓക്കെ, ലോണും കൊടുക്കാം. 4 രൂപ ഫിനാൻസും കൊടുക്കും. വെറും 40,000 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി ലോൺ ഇറക്കാം. സ്വിഫ്റ്റ് ഡീസൽ വണ്ടി നമുക്ക് നോക്കാം. ഇത് മോഡൽ എത്ര? 14 മോഡൽ. ഓപ്ഷൻ തന്നെ VDI ഡീസൽ. ഓക്കെ, പിന്നെ വണ്ടി എന്ത് പാടി? റീപ്ലേസ് കാര്യങ്ങൾ ഹൈ ക്വാളിറ്റി വണ്ടി അല്ലേ? തട്ടുമുട്ട് പേർക്കൊന്നുമില്ല. പിന്നെ കുറെ എക്സ്ട്രാ ഫിറ്റിംഗ് കയറിയിട്ടുണ്ട് കേട്ടോ. അലോയ്സ് കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പോയിലർ നല്ല ക്വാളിറ്റി ഇല്ലാത്ത സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ. ഒരു സിൽവർ കളറിലാണ് വണ്ടി വരുന്നത്. നല്ല വൃത്തിയുണ്ട്. ഇത് എത്ര ഓടിയിട്ടുണ്ടാവും? 1,40 ഓടിയിട്ടുണ്ട് അല്ലേ? കറക്റ്റ് സർവീസുള്ള വണ്ടി കേട്ടോ. കറക്റ്റ് സർവീസ് ഉള്ളതുകൊണ്ട് വണ്ടി നിങ്ങൾക്ക് ഗ്യാരണ്ടിയിൽ എടുക്കാം. പിന്നെ മെക്കാനിക്കൽ പരമായിട്ട് യാതൊന്നും ചെയ്യാനൊന്നുമില്ല. ഒരു ഫോൾട്ട് ഇല്ലാത്ത വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? 4,30. വില കുറയോ? അതായത് ആവശ്യക്കാർ ഇവിടെ വന്ന് ഇന്ന് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വില കുറച്ച് തരും കേട്ടോ. ഇവിടെ ചോദിക്കണ വില അല്ല, എന്തെങ്കിലും മാറ്റം വരുത്തി തരും. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോളി. ഇതിന് മാക്സിമം എത്ര ലോൺ കിട്ടും? ലോൺ 3,500 രൂപ ലോൺ കിട്ടും. ഓക്കെ, 10 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ലോൺ ഇറക്കാം. നോക്കിക്കോളി കേട്ടോ. ഹോണ്ടന്റെ WRV നല്ല മൈലേജ് കൂടുതൽ കിട്ടുന്ന വണ്ടികൾ നോക്കുന്നുണ്ടെങ്കിൽ നോക്കിക്കാലി കേട്ടോ. ഇതും 20 നമ്മൾ നേരത്തെ ജാസ് പരിചയപ്പെടുത്തി. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ സാധനം. ഹോണ്ടന്റെ ഏകദേശം വണ്ടികളൊക്കെ നല്ല മൈലേജ് കിട്ടുന്ന വണ്ടികളാണ്. ഇതും അതേപോലെ തന്നെ 25 മേലെ മൈലേജ് കിട്ടും. ഇത് മോഡൽ എത്ര? 2017 മോഡലാണ്. ഇത് ഫുൾ ഓപ്ഷൻ അല്ല? സൺറൂഫ്, ബട്ടൺ സ്റ്റാർട്ട്, അതുപോലെ തന്നെ അലോയ്സ് കാര്യങ്ങളൊക്കെ ഫുൾ ഓപ്ഷൻ ആട്ടോ. ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ്. എത്ര ഓടിയിട്ടുണ്ട്? 120 ഓടിക്കണം അല്ലെ? സർവീസ് കാര്യങ്ങൾ ഒക്കെ ഉള്ളതാണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ തട്ടുമുട്ടൊന്നുമില്ല. നല്ല നീറ്റ് വണ്ടിയാണ് കേട്ടോ. ഇത് ഓണർഷിപ്പ് എത്ര കയറി? രണ്ടാമത്തെ ഓണറിൽ നിൽക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, എത്ര ചോദ്യം? ഇത് 7 രൂപ. 7,50 ചോദിക്കുന്നത് അല്ലേ? വില കുറച്ച് കൊടുക്കൂല. ഇത് മോഡൽ എത്ര പറഞ്ഞ നമ്മള്? 2017 മോഡൽ. 2017 മോഡലാണ്. 7,50 ചോദിക്കുന്നത്.
നിങ്ങൾ ഇവിടെ വന്നിരുന്ന് സംസാരിക്കണമെങ്കിൽ എന്തെങ്കിലും കട്ടയാക്കിയിട്ട് കുറച്ച് തരും അല്ല, കട്ടയായിട്ട് കുറയൂലേ? വലിയ വണ്ടിയല്ലേ, അതായത് വലിയ വണ്ടി വലിയൊരു ലക്ഷക്കണക്കിന് ഉറുപ്പാകുമ്പോൾ എന്തായാലും കുറച്ച് കൊടുക്കില്ലേ? ചെറിയ വ്യത്യാസമൊക്കെ വരുത്താൻ മതി. ചെറിയ വണ്ടി ഇപ്പൊ നമ്മളിപ്പോ ഒരു 2 രൂപന്റെ ഒക്കെ വണ്ടി ആണെങ്കിൽ ഒരു 5-10 കുറച്ച് തരും. പിന്നെ വലിയൊരു 7 ലക്ഷം രൂപന്റെ വണ്ടി ഒക്കെ നമുക്ക് മാക്സിമം കട്ടയായിട്ട് കുറച്ച് കൊടുക്കണല്ലോ. നമുക്ക് പാർട്ടി വരുമ്പോൾ നമുക്ക് ഓക്കെ, ഇവിടെ വന്നിരുന്ന് സംസാരിക്കണമെങ്കിൽ എന്തെങ്കിലും ചെയ്തു കേട്ടോ. അപ്പൊ വേണമെങ്കിൽ വിളിച്ചോ. ഇവിടെ നമുക്കൊരു എർട്ടിക നോക്കാം. എത്ര മോഡലാണിക്കോ? ഇത് 2014 2014 മോഡലാണ്. ഓപ്ഷൻ വരുന്നത് ഇത് VDI ഡീസൽ വണ്ടിയാണ് കേട്ടോ. എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് 1,30,000 140 ഓടിയിട്ടുണ്ടല്ലേ? എന്ത് മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ ആക്സിഡന്റ് ഒന്നുമില്ല. തട്ടുമുട്ടൊന്നുമില്ല അല്ലേ? ഓക്കെ, എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 4,40,000 രൂപ കൊടുക്കാം. 440 ചോദിക്കുന്നുണ്ട്. വില എന്തെങ്കിലും കുറയോ? 4,60. 460 ആണ് കേട്ടോ. 460 ചോദിക്കുന്നുണ്ട്. 440 കൊടുക്കോ? ഇല്ല, കൊടുക്കൂല. 450 കൊടുക്കാം. 450 തരാൻ പറയുന്നത്. 130 ഓട്ടം. 130 ഓടിക്കുന്നത്. വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി കേട്ടോ. ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല പുതിയ മോഡൽ കൂടിയ വണ്ടിന്റെ ഒരു ലുക്കാണ് കാണുന്നുള്ളത്. എക്സ്ട്രാ കുറെ കയറിക്കണ്. ഈ സൈഡ് മിറർ കാര്യങ്ങളൊക്കെ അല്ലേ? എല്ലാം ഉണ്ട്. സെറ്റിംഗ്സ് ഒക്കെ ഉണ്ട്. സീറ്റ് കവർ ഉണ്ട്. സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ഓടാനുള്ള ടയർ ഉണ്ട്, കട്ടകൾ. ബോഡി ഗ്രാഫിക്സ് ഒക്കെ ഉണ്ട്. ഗ്രാഫിക്സ് ഒക്കെ ബോഡി ഗ്രാഫിക്സ് എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. സൈഡ് എത്ര? 440 ചോദിച്ചത്. വില കുറച്ച് തരും കേട്ടോ. 460 ചോദിച്ചത്. വില കുറച്ച് തരും. കുറച്ച് കൊടുക്കാം. 450 തരും കേട്ടോ. അപ്പൊ അടുത്ത നമുക്ക് ഒരു വാഗണർ നമുക്ക് നോക്കാം. 2017 വാഗണറാണ്. അല്ല, 2007 മോഡലാണ്. എത്ര ഓടിക്കുന്നത് വണ്ടി? മോട്ടം ഒരു 110 കോടി ഉണ്ടാവല്ലോ. ഇത് ഓപ്ഷൻ വരുന്നതാണ് LXI. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ഇത് വണ്ടി കാണുമ്പോൾ നല്ല മോഡൽ കൂടിയ വണ്ടി പോലെ തോന്നുന്നുണ്ട് കേട്ടോ. 2007 നല്ല ക്വാളിറ്റി വണ്ടിയാണ്, ഹൈ ക്വാളിറ്റി ആണ്, നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഓക്കെ, ഇതിന്റെ പേപ്പറൊക്കെ പുതിയ ഉണ്ടാവില്ല? പേപ്പറൊക്കെ ഫുള്ളാണ്. ഇപ്പൊ ഫുള്ളാണ്. എത്ര ചോദ്യം? ഇത് നമുക്ക് 1,25 കൊടുക്കാം. 1,25,000. 1,25 ലാസ്റ്റ് കൊടുക്കല്ലേ? വണ്ടി അത്രയും നല്ല ക്വാളിറ്റി ആണ്, അതുകൊണ്ടാണ് ആ ഒരു റേറ്റ് ചോദിക്കുന്നത്. 2007 മോഡല്. അപ്പൊ നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾ ഇവിടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ വണ്ടിന്റെ ക്വാളിറ്റി. രണ്ടാമത്തെ ഓണറിലാണ് നിൽക്കുന്നത്. അപ്പോ ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാൻ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ലൊക്കേഷനൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ചാൽ മതി. അപ്പോൾ ലൊക്കേഷന് വേണമെങ്കിൽ ഒന്നും കൂടി പറഞ്ഞുതരാം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് വെട്ടിച്ചിറയാണ് പ്ലേസ് വരുന്നത്. മലപ്പുറം ഡിസ്ട്രിക്ട് ആണ്. ഇപ്പൊ കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ പുത്തനത്താണി കഴിഞ്ഞിട്ട് ഒരു 500-600 മീറ്റർ വന്നു കഴിഞ്ഞാലാണ് ഈ എന്ത് കിട്ടാ, വെട്ടിച്ചിറ കിട്ടാം. അതേപോലെ തന്നെ തൃശ്ശൂർ ഭാഗത്തു നിന്നൊക്കെ വരികയാണെങ്കിൽ വളാഞ്ചേരി കഴിഞ്ഞിട്ടാണ് ഈ യാർഡ് കിട്ടുക. ഏകദേശം പുത്തനത്താണിന്റെ അടുത്തായിട്ട് വരും. അപ്പോ ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞു പറയണ്ട? നിങ്ങളെ ഇവിടുത്തെ എല്ലാ സെറ്റപ്പും നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഫൈനാൻസ് അറേഞ്ച്മെന്റ് ചെയ്ത് കൊടുക്കാം. എന്തൊക്കെ ചെയ്ത് കൊടുക്കും നിങ്ങൾ? ഫൈനാൻസ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടെ വണ്ടി ആണെങ്കിൽ എടുക്കാൻ വന്നാല് അവർ എടുത്തു കഴിഞ്ഞാൽ അതിനുള്ള മോഡിഫിക്കേഷൻ കാര്യങ്ങൾ, പിന്നെ സർവീസ് ഒക്കെ കുറഞ്ഞ എവിടെ കിട്ടുന്നതിനേക്കാളും കുറവിന് മൂപ്പര് ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട്. അപ്പോ വേണമെങ്കിൽ നോക്കിക്കാളി കേട്ടോ. അപ്പോ പുതിയൊരു വീടുമായിട്ട് വരുന്നതുവരെ ഗുഡ് ബൈ.